ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ഫയലുകൾ പരിശോധിച്ചു. ഇടക്കാല അന്വേഷണ റിപ്പോർട്ടും സംഘം കൈപ്പറ്റി. ഉദ്യോഗസ്ഥരായ ബിജു രാധാകൃഷ്ണനും അനീഷുമാണ് എത്തിയത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ പരിശോധന പൂർത്തിയായിട്ടുണ്ടോ? പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണ സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഔദ്യോഗികമായി ഇത്തരത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അതിന്റെ അന്തിമ റിപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷമാണ് ഇത് പൂർണ്ണമായ രീതിയിൽ ഈ അന്വേഷണ സംഘം ഏറ്റെടുക്കുക. അതിന് മുന്നോടിയായാണ് നിർണായകമായി അനൌദ്യോഗികമായി തന്നെ ഈ സംഘം ഇവിടെ എത്തി ഇതിന്റെ വിവരങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ റിപ്പോർട്ട് വിജിലൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പകർപ്പും ഇവർ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായ അന്വേഷണത്തിലേക്ക് ഈ സംഘം കടക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കുന്നത്. എന്തായാലും അന്തിമ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഈ 10-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. അത് സമർപ്പിച്ചതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചോദ്യമുനയിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അടക്കമുള്ളവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യലിലേക്ക് നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഘം വളരെ വേഗത്തിൽ തന്നെ ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ്. അതിനുശേഷം തുടർ പരിശോധനകൾക്കും മറ്റു നടപടികൾക്കും പോകാൻ സാധ്യതയുണ്ടെന്നാണോ? ഇതൊരു പ്രാഥമിക പരിശോധനയാണ്. യാതൊരു സംശയവുമില്ല. ഈ തുടർ നടപടികളിലേക്കും തുടർ പരിശോധനകളിലേക്കും തീർച്ചയായും ഉണ്ടാകും. എന്തായാലും ഈ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടും ഈ സംഘം കൈപ്പറ്റുകയും ചെയ്തു. അതിൽ നിന്നാണ് ആരൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിരിക്കുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നവരുടെ വിവരങ്ങൾ ലഭ്യമാകുക. ആ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തുടർ ചോദ്യം ചെയ്യലിലേക്കും മറ്റു നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും വെള്ളിയാഴ്ച ഈ വരുന്ന ദിവസം 10-ാം തീയതി ഈ റിപ്പോർട്ട് സമ്പൂർണ്ണ റിപ്പോർട്ട് കോടതികളുടെ പരിഗണനയിലേക്ക് വരും. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണ സംഘത്തിനുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് സംഘം അതിവേഗം കടക്കുകയും ചെയ്യുക. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം നാളെ തുറന്ന് പരിശോധിക്കും. ആയിരൂർ സ്വദേശി സമർപ്പിച്ച 58 പവന്റെ ഉരുപ്പടി കാണാനില്ലെന്ന ആക്ഷേപത്തെ തുടർന്നാണ് നടപടി. വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് വിശദീകരണം തേടി. നന്ദുഷ കൂടുതൽ വിവരങ്ങൾ നൽകും. നന്ദുഷ, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത്? എപ്പോഴായിരിക്കും ഈ പരിശോധന? അനീഷ, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധമില്ലാത്ത ഒരു പരിശോധനയാണ് നാളെ ആറന്മുളയിൽ നടക്കുന്നത്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരൂർ സ്വദേശി 58ഓളം പവൻ സ്വർണത്തിന്റെ ഉരുപ്പിടി ആറന്മുള ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്നു. നേർച്ചയായിട്ടാണ് നൽകിയത്. ഈ ഉരുപ്പിടി കാണാനില്ല എന്ന അദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്നാണ്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ തുടർന്നാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള പരിശോധനകൾ നടക്കുന്നത്. നാളെയാണ് പരിശോധിക്കുന്നത്. 10 മണിയോടുകൂടി സ്പെഷ്യൽ ടീമാണ്, ദേവസ്വം വിജിലൻസിന്റെ സ്പെഷ്യൽ ടീമാണ് പരിശോധന നടത്തുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സ്വർണ്ണപ്പാളി വിവാദവുമായി ഈ സംഭവത്തിൽ പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം സന്നിധാനത്തിന് സമാനമായ രീതിയിൽ കണക്കെടുപ്പും പരിശോധനകളും നടന്നിരുന്നു. ശബരിമല ശബരിമല ക്ഷേത്രത്തിലെയും പ്രധാനപ്പെട്ട മറ്റ് സ്വർണ്ണ ഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതും ഇതേ സ്ട്രോങ് റൂമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിശോധനകൾ പൂർത്തിയാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്.